ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രോഗത്തെ സംഗീതം കൊണ്ട് സാന്ത്വനിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട്ടെ സംഗീത കൂട്ടായ്മ. ശാരീരിക അസുഖങ്ങൾ കൊണ്ടും മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടും വേദന അനുഭവിക്കുന്നവർക്കാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഗീത സാന്ത്വനമേകിയത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായി വിശ്വപ്രഭ ഭജൻസ് ഒരുക്കിയ സംഗീത വിരുന്നിന് മുൻപ് കാണാം പ്രധാന വാർത്തകൾ. കേന്ദ്ര കേരള സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് നേതൃത്വം. തെരുവിൽ പട്ടിണി സമരവുമായി മഹിളാ കോൺഗ്രസ്. പ്രതിഭാധനരായ കളിക്കാരെ വാർത്തെടുക്കാൻ ഫുട്ബോൾ അക്കാദമി വരുന്നു. ക്വാഡ്സ് ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനങ്ങൾക്ക് ജൂൺ മാസത്തിൽ തുടക്കം. ജീവിതതാളം തെറ്റിയ രോഗികൾക്ക് സംഗീതത്തിലൂടെ സ്വാതന്ത്ര്യം നൽകി വിശ്വപ്രഭ ഭജൻസ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ ഭക്തിസാന്ദ്രമാക്കി സംഗീത വിരുന്ന്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ സംഘർഷം ഒഴിവാക്കാൻ CPM DYFI പ്രവർത്തകർ ചെഗുവേരയുടെ പടങ്ങൾ എടുത്തുമാറ്റണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. ലോകത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നയാളാണ് ചെഗുവേരയെന്നും ഇദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ DYFIയും കമ്മ്യൂണിസ്റ്റുകാരും വച്ചിട്ടുള്ള ചെഗുവേരയുടെ പടങ്ങൾ എടുത്തു മാറ്റണം. ചെഗുവേര ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളാണ്. നരേന്ദ്രമോദി നരഭോജിയാണെന്ന് പറഞ്ഞതാണ് കമലിന്റെ യോഗ്യതയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. ഭീകരവാദ സംഘടനകളുമായിട്ടാണ് കമലിന്റെ പ്രവർത്തനം. ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും അംഗീകരിക്കാൻ തയ്യാറാവാത്തവർ രാജ്യം വിട്ടുപോവുക തന്നെ വേണമെന്നും AN രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇപ്പൊ കേരളത്തില് ഈ എഴുത്തുകാർ ഇപ്പൊ കമൽ എന്ന് പറയുന്ന ആരാ? എനിക്ക് തോന്നുന്നു SDP അതുപോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കാരണം കമല് പിണറായി വിജയൻ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഈ ബോർഡ് ചെയർമാൻ സ്ഥാനം കിട്ടിയത്. കമലിന്റെ ബോർഡ് ചെയർമാന്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടുപോകണമെന്ന് എൻ്റെ അഭിപ്രായം. നോട്ട് നിരോധനം വഴി ജനജീവിതം ദുരിതപൂർണമാക്കിയ മോദി സർക്കാരിനെതിരെ റേഷനും പെൻഷനും അട്ടിമറിച്ച പിണറായി സർക്കാരിനെതിരെയും പ്രതിഷേധം ശക്തമാക്കി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. കിഡ്സൺ കോർണറിൽ നടന്ന പട്ടിണി സമരം DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഭരണാധികാരികൾക്കെതിരെ സമരം ശക്തമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നോട്ട് നിരോധനത്തെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ദുരിതത്തിൽ സമരം ശക്തമാക്കുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ദേശീയ പ്രക്ഷോഭത്തിന് തുടർച്ചയായി മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭ പരിപാടികൾ നടന്നത്. ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കിയ കേന്ദ്ര നയത്തിനെതിരെയും റേഷനും പെൻഷനും അട്ടിമറിച്ച പിണറായി സർക്കാരിനെതിരെയുമായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. അരിയില്ലാത്ത അവസ്ഥയെ കാണിച്ച് വെറും വെള്ളം വെച്ച കലത്തിൽ അടുപ്പുകൂട്ടി നടന്ന പട്ടിണി സമരം DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഭരണാധികാരികളാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ ജനതയെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് കടത്തിവിട്ട കേന്ദ്ര സർക്കാരും FCI ഗോഡൌൺ സമരം ഒത്തുതീർപ്പാക്കാൻ പോലും കഴിയാത്ത കേരള സർക്കാരുമാണ് നാടുഭരിക്കുന്നത്. കൃത്യമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കേണ്ട സർക്കാരുകൾ ഇത്തരം നയങ്ങൾ തുടരുന്നതാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഒന്ന്, രാജ്യത്തെ ജനത അധ്വാനിച്ചതായിരിക്കുന്ന പണം നൽകാതെ ഈ രാജ്യത്തെ ജനതയെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിട്ട നരേന്ദ്രമോദിയുടെ നയങ്ങളും റേഷൻ കടകളിലൂടെ നൽകേണ്ടതായിരിക്കുന്ന അരി നൽകാതെ FCI ഗോഡൌണിലെ സമരം പോലും തീർക്കാൻ
ത്രാണിയില്ല എന്ന് തെളിയിച്ചതായ പിണറായി വിജയന്റെ തീരുമാനങ്ങൾക്കെതിരെയും. പ്രതിഷേധ സമര പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഉഷാദേവി ടീച്ചർ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി ആലിസ് മാത്യു, KPCC നിർവാഹക സമിതി അംഗം ദിനേശ് മണി, മുൻ DCC പ്രസിഡന്റ് KC അബു, KE സാഹിറ, രാധാ ഹരിദാസ്, ജോയ് പ്രസാദ് തുടങ്ങിയവർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രി അറിയാതെ നിലമ്പൂരിൽ മാവോയിസ്റ്റ് കൊല നടക്കില്ലെന്ന് വ്യാജ ഏറ്റുമുട്ടൽ വിരുദ്ധ മുന്നണി പ്രവർത്തകർ. ജുഡീഷ്യൽ അന്വേഷണം നടത്തി സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആധുനികമായ ആയുധങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുമായി നടക്കുന്നവരെന്ന് വിശേഷിക്കപ്പെട്ട മാവോയിസ്റ്റ് ഗറില്ല ഗ്രൂപ്പുമായി ഏറ്റുമുട്ടൽ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പോലീസുകാരിൽ ആർക്കും ഒരു ചെറുപോറൽമേലും ഏൽക്കാതിരുന്നത്? ഒരു ഗറില്ല ഗ്രൂപ്പിൽ 2 പേർ മാത്രമായി ഉണ്ടാകുമോ? കൂടുതലുണ്ടെങ്കിൽ അവർക്കെന്തു പറ്റി? മരിച്ചവരല്ലാത്ത പരിക്കേറ്റവർ ഇനിയുമുണ്ടോ? ഇവിടെ വേറെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ടോ? ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് സംശയം വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യാജ ഏറ്റുമുട്ടൽ വിരുദ്ധ മുന്നണി ചെയർമാൻ A. വാസു പറഞ്ഞു. ഈ പ്രദേശത്തേക്ക് ആരെയും കടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടമോ പോലീസോ ഫോറസ്റ്റോ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉപരോധം, ഇങ്ങനെ ദീർഘകാലം ഈ ഭരണകൂടം ഈ സ്ഥലത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പോലീസിന്റെ ഭാഗത്തു നിന്നോ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നോ വിശ്വസനീയമായ വിശദീകരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന വനമേഖലയാകെ മറ്റാരെയും പ്രവേശിപ്പിക്കാനോ അന്വേഷണം നടത്താനോ അനുവദിക്കാതെ പോലീസും ഫോറസ്റ്റും ഒത്തുചേർന്ന് ഇപ്പോഴും ഉപരോധിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള ദുരൂഹത അവസാനിപ്പിക്കാനും ഇത് സംബന്ധിച്ച യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരാനും ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. നിലമ്പൂർ വ്യാജ ഏറ്റുമുട്ടൽ സംഭവത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ നിയോഗിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും വ്യാജ ഏറ്റുമുട്ടൽ വിരുദ്ധ മുന്നണി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കലുഷിതവും സംഘർഷഭരിതവുമായ മനസ്സുകൾക്ക് ആശ്വാസമേകാൻ സംഗീതത്തിന് കഴിയുമെന്ന് ജില്ലാ ജഡ്ജ് RL ബൈജു. വിശ്വപ്രഭ ഭജൻസിന്റെ നേതൃത്വത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച കാരുണ്യാമൃതം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരിക അസുഖങ്ങൾ കൊണ്ടും മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടും എല്ലാവരും ഉണ്ടായിട്ടും ആരോഗ്യമില്ലാത്ത ഒറ്റപ്പെടലിന്റെ ഇരുട്ടിലകപ്പെട്ട മനസ്സുകൾക്ക് സംഗീതത്തിന്റെയും ഭക്തിയുടെയും ആനന്ദലഹരിയാൽ സ്വാതന്ത്ര്യ സ്പർശമേകുകയാണ് സോമജിത്തും സംഘവും. വിശ്വപ്രഭ ഭജൻസിന്റെ പേരിൽ സമ്പ്രദായ ഭജനയുമായാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. രാധേ ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ ജയ രാധേ ഗോവിന്ദ. കഴിഞ്ഞ മാസം ചേവായൂർ ലെപ്രസി ആശുപത്രിയിലും രോഗികൾക്കും അന്തേവാസികൾക്കുമായി പരിപാടി സംഘടിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്കും അന്തേവാസികൾക്കുമായാണ് കാരുണ്യാമൃതം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് ഈ സംഗീതത്തിന് മാനസികോല്ലാസം ഇത്രയ്ക്കധികം നൽകാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ട് എന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത്. അതിനുശേഷം പല ആളുകളും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വരുമ്പോൾ അത് സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ഇവിടെ വന്ന് ഒരു പാട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ പറയുകയും. അസിസ്റ്റന്റ് കലക്ടർ ഇമ്പശേഖരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിശ്വപ്രഭ ഭജൻസ് കൺവീനർ സ്വാമി KU പരിപാടികൾ ക്രോഡീകരിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പൊരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ?
വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ലാറ്റിൻ അമേരിക്കൻ കളിശൈലിയുമായി ക്വാഡ്സ് ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി വരുന്നു. കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ അക്കാദമിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ചെറുപ്രായം മുതൽ പന്ത് തട്ടുന്ന പ്രതിഭയുള്ള കളിക്കാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്കാദമി പരിശീലനം നൽകുക. മലയാളികളുടെ ഗൃഹാതുരത ഉണർത്തുന്ന ലാറ്റിൻ അമേരിക്കൻ കേളി ശൈലിയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഫുട്ബോൾ അക്കാദമി വരുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്വാഡ്സ് FC ആണ് മലയാളികളുടെ ഇഷ്ട ടീമായ അർജന്റീനയുടെ കേളി ശൈലിയിൽ ഫുട്ബോൾ ഭാവി താരങ്ങളെ വാർത്തെടുക്കാൻ സജ്ജരായിരിക്കുന്നത്. ഇതിനായി ക്വാഡ്സ് FC ഫുട്ബോൾ രംഗത്ത് പ്രകടമായ മാറ്റം വരുത്തുന്നതിനു വേണ്ടി ക്വാഡ്സ് ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമിക്ക് രൂപം നൽകി. കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ അക്കാദമിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി അനിൽകുമാർ, ക്വാഡ്സ് FC CEO പി ഹരിദാസ്, ഡയറക്ടർ പി പ്രിയേഷ് കുമാർ, ജെബി മാത്യു, ബിനോർ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക നിലവാരത്തിലുള്ള മികച്ച പരിശീലനം സാധ്യമാകുന്നതിനുവേണ്ടി അർജന്റീന അണ്ടർ 23 ടീമിന്റെ പരിശീലകനും 3 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി ബൂട്ടണിയുകയും ഇതിഹാസ താരം മറഡോണയോടൊപ്പം 1986 ലോകകപ്പ് നേടിയ ടീമിൽ ഉൾപ്പെടുകയും ചെയ്ത ജൂലിയോ ഒലർട്ടിക്കോച്ചിയുമായി ക്വാഡ്സ് ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി ഇതിനോടകം കരാർ ഒപ്പിട്ടുകഴിഞ്ഞതായി സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക അടിയന്തരാവസ്ഥ നിർമ്മാണ മേഖലയെ തകർക്കുമെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന കൺവെൻഷൻ ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി ബാബുരാജ് അധ്യക്ഷനായി. രാജ്യത്ത് നിലവിൽ വന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ നിർമ്മാണ മേഖലയെ തകർക്കുകയും ഉള്ള തൊഴിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ സംഘടിതമായ പ്രതിരോധം സംഘടിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന കൺവെൻഷൻ ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PBCA ജില്ലാ പ്രസിഡന്റ് പി ബാബുരാജ് അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ പി രവി, യു പോക്കർ, PK നാസർ, E ദിവാകരൻ, ബേബി വാസൻ, K ജയപ്രകാശ്, M മുഹമ്മദ് ഷാഫി, K പ്രദീപൻ, KM ഗണേശൻ, K കൃഷ്ണൻകുട്ടി, CK വേലായുധൻ, സിദ്ധാർത്ഥൻ പുന്നക്കാളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പക്ഷേ അവിടെ ജോലി തിരക്ക് കാരണം ആ പരിപാടി നടത്താൻ അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ഏജൻസിയെ ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട സർവേക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ആ ഏജൻസി സത്യസന്ധമായി പ്രവർത്തിച്ചോ എന്നുള്ളത് സംശയമുണ്ട്. ഇവിടെ എല്ലാ ട്രേഡ് യൂണിയനുകളും, കോഴിക്കോട് ജില്ലയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരേ സ്വരത്തിൽ ഈ കാര്യത്തിനെ അതിശക്തമായി വിമർശിക്കുകയും ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയെങ്കിലും യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഏജൻസിയുടെ റിപ്പോർട്ടല്ല ഈ ജില്ലയിലെ ഒരു കടവിലും ഒരു തരി മണൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നമുക്ക് വന്നുകൊണ്ടിരുന്നു. CSCOയും CSCO ITAയും സംയുക്തമായി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ശില്പശാലയും ബിരുദദാന ചടങ്ങും സംഘടിപ്പിക്കുന്നു. ജനുവരി 10 ടൗൺ ഹാളിൽ നടക്കുന്ന ശില്പശാല MK രാഘവൻ MP-യും ബിരുദദാന ചടങ്ങ് ബാബു പറശ്ശേരിയും ഉദ്ഘാടനം ചെയ്യും. CSCO യത്തീംഖാന വിഭാഗത്തിന്റെ കീഴിൽ 1996 മുതൽ പ്രവർത്തിച്ചു വരുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് CSCO ITI. വിദ്യാർത്ഥികൾക്ക് ജോലി നേടിക്കൊടുക്കുന്നതിനേക്കാൾ ഉപരി സ്വയം തൊഴിൽ കണ്ടെത്താനും വ്യവസായ സംരംഭകരാക്കി മാറ്റാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വ്യവസായ സംരംഭക ശില്പശാല സംഘടിപ്പിക്കുന്നത്. ജനുവരി 10 സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ ആത്മവിശ്വാസം വളർത്താനുതകുന്ന ബിൽഡിംഗ് അപ്പ് കോൺഫിഡൻസ് പഠന പരിശീലന ക്ലാസ് ഡോക്ടർ PK ബാലകൃഷ്ണനും ഇൻഡസ്ട്രി ഡിജിറ്റലൈസേഷൻ പഠന പരിശീലന ക്ലാസ് ബിജിത്ത് അഹമ്മദും അവതരിപ്പിക്കും. MK രാഘവൻ MP ശില്പശാല ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായി നൌഷാദ് VKC പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന ബിരുദദാന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സരോവരം ബയോ പാർക്കിൽ നടന്നുവരുന്ന തനത് നാടൻ കലാമേള ഉത്സവം 2017 കേത്രാട്ടവും നാടൻപാട്ടും അരങ്ങേറി. കോഴിക്കോടിന് തികച്ചും പരിചിതമല്ലാത്ത നാടൻ കലാരൂപങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സരോവരം ബയോ പാർക്കിലാണ് തനത് നാടൻ കലാമേള ഉത്സവം 2016 നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കേത്രാട്ടവും നാടൻപാട്ടും അവതരിപ്പിക്കപ്പെട്ടു. വള്ളുവനാട്ടിലെ പറയ സമുദായക്കാരുടെ അനുഷ്ഠാന കലയായ കേത്രാട്ടം പാലക്കാട് ആറങ്ങോട്ടുകരയിലെ KP വേലായുധനും സംഘവുമാണ് അവതരിപ്പിച്ചത്.
തൃശൂർ കരിന്തലക്കൂട്ടമാണ് ഉത്സവവേദിയിൽ നാടൻപാട്ടിന്റെ മാധുര്യം പകർന്നു നൽകിയത്. ബിരുദ വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രത്യേകം വർക്ക് ബുക്ക് തയ്യാറാക്കി. നട്ട്സ് ആൻഡ് ബോൾസ് ഓഫ് ഇംഗ്ലീഷ് എന്ന പേരിലുള്ള പുസ്തകം ജനുവരി 10 കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ പുറത്തിറക്കും. ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും കേട്ട് മനസ്സിലാക്കാനും കൂടുതൽ പ്രാവീണ്യം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വർക്ക് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ നിലവാരം ഉറപ്പുവരുത്തുന്ന ഈ പുസ്തകം ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് പുറത്തിറക്കുന്നത്. വിവിധ പ്രദേശങ്ങളിലുള്ള 25 അധ്യാപകരും വിദ്യാർത്ഥികളും പൂർണ്ണമായും ഓൺലൈനായാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. UGC മേജർ പ്രൊജക്ടിന്റെ ഭാഗമായി മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രേമാനന്ദന്റെ മേൽനോട്ടത്തിലാണ് പുസ്തകം തയ്യാറാക്കിയത്. കോംപ്രിഹെൻഷൻ, ഗ്രാമർ, ഉച്ചാരണം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായും സമഗ്രമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുസ്തകം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് രചയിതാക്കൾ പറഞ്ഞു. നട്ട്സ് ആൻഡ് ബോൾസ് ഓഫ് ഇംഗ്ലീഷ് എന്ന പുസ്തകം ജനുവരി 10 കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ പ്രകാശനം ചെയ്യും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മോഡേൺ ഫിലിം സിറ്റി മാസിക ടെലിവിഷൻ അവാർഡ് 2016 കോഴിക്കോട് ഗുജറാത്തി ഹാളിൽ നടന്നു. തിരക്കഥാകൃത്ത് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. ഫിലിം സിറ്റി മാസിക ചീഫ് എഡിറ്റർ PV നവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക ചാനൽ അവാർഡുകൾ രാകേഷ് പാലാഴി KCL, നയൻതാര ACV ന്യൂസ് എന്നിവർ സ്വീകരിച്ചു. മോഡേൺ ഫിലിം സിറ്റി മാസികയുടെ 2016 ടെലിവിഷൻ അവാർഡുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് ഗുജറാത്തി ഹാളിൽ വെച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. സീരിയൽ തിരക്കഥാകൃത്ത് PR നാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫിലിം സിറ്റി മാസിക ചീഫ് എഡിറ്റർ PV നവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജൂറി ചെയർമാൻ ഇല്ലിക്കട്ട് നമ്പൂതിരി, ജില്ലാ വാർത്താ ചീഫ് എഡിറ്റർ VV സഞ്ജീവ്, കലാസംവിധായകൻ മുരളി ബേപ്പൂർ, യുവതാരം അജയ് കല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മികച്ച സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്ലവേഴ്സ് ചാനലിലെ 3 മണിയിലെ സംവിധായകൻ വേണു ചേലക്കാട്, മികച്ച സീരിയലിന്റെ തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ട ദിനേശ് പള്ളത്ത് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. തുടർന്ന് മികച്ച നടൻ സന്തോഷ് ശശിധരൻ, മികച്ച നടി അർച്ചന സുശീലൻ എന്നിവരും, മികച്ച ഹാസ്യനടൻ മണികണ്ഠൻ പട്ടാമ്പി, ഹാസ്യനടി സ്നേഹ ശ്രീകുമാർ, പുതുമുഖ നടൻ റോയ്സൺ വിൻസെന്റ്, പുതുമുഖ നടി നിമ്മി, മികച്ച ഹാസ്യാവതാരകൻ പ്രകാശ് പയ്യനക്കൽ, മികച്ച സ്ത്രീ വേഷധാരി മണി നിലമ്പൂർ, മികച്ച ബാലതാരം അക്ഷര കിഷോർ എന്നിവർ അവാർഡുകൾ സ്വീകരിച്ചു. മികച്ച പ്രാദേശിക ചാനൽ റിപ്പോർട്ടർമാർക്കുള്ള അവാർഡുകൾ KCL ചാനലിന് വേണ്ടി രാകേഷ് പാലാഴി, ACV ന്യൂസിന് വേണ്ടി നയൻതാര K എന്നിവരും സ്വീകരിച്ചു. മികച്ച ആൽബം ഗായകനായ സുനിൽ കുമാർ, മികച്ച ഷോർട്ട് ഫിലിം സംവിധായകനായ ഉണ്ണികൃഷ്ണൻ, ഷോർട്ട് ഫിലിം ക്യാമറമാനായ ഹരീഷ് ബാലുശ്ശേരി, ഷോർട്ട് ഫിലിം നടനായ റഫീഖ് താമരശ്ശേരി, തിരക്കഥകഥായ T സജികുമാർ, ആൽബം നടിയായ കൃഷ്ണപ്രിയ എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി.
തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. SIRC സിക്കാസ കോഴിക്കോട് ശാഖകൾ സംയുക്തമായി ദ്വിദിന സബ് റീജിയണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ജനുവരി 10-11 തീയതികളിൽ ടാഗോർ ഹാളിൽ നടക്കുന്ന സത്സംഗ് 2017 കോൺഫറൻസിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഷീന ഷുക്കൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും സാമ്പത്തിക രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നിയമങ്ങളെക്കുറിച്ച് CA വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, സംഘടനാ പാഠവത്തിലും പ്രബന്ധാവതരണത്തിലും പ്രാവീണ്യം നൽകുക തുടങ്ങിയവയാണ് സത്സംഗ് 2017 സബ് റീജിയണൽ കോൺഫറൻസിന്റെ ഉദ്ദേശം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള CA വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. 5 ടെക്നിക്കൽ സെഷനുകളും ഒരു പ്രചോദന സെഷനും കലാസന്ധ്യയും ഉൾപ്പെടുന്നതാണ് സമ്മേളന പരിപാടികൾ. ജനുവരി 10-11 തീയതികളിൽ ടാഗോർ ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഷീന ഷുക്കൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും CA രാംകുമാർ മേനോൻ പറഞ്ഞു. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഫ്ലവർ ഷോയ്ക്ക് സമാപനമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണാർത്ഥമാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചത്. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി നേതൃത്വത്തിൽ ഡിസംബർ 23 മുതൽ സരോവരം ഗ്രൌണ്ടിൽ നടന്നുവന്ന NYPC റോട്ടറി ഫ്ലവർ ഷോയ്ക്ക് സമാപനം. ചീരക്കുഴി പ്ലാന്റേഷൻസിന്റെ സഹകരണത്തോടെയാണ് പ്ലാന്റുകൾ സജ്ജീകരിച്ചത്. ഫുഡ് ഫെസ്റ്റിവൽ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, വിനോദ പരിപാടികൾ എന്നിവ ഫ്ലവർ ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. സമാപന യോഗത്തിൽ പരിപാടിയുമായി സഹകരിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. മികച്ച ദൃശ്യമാധ്യമ സഹകരണത്തിനുള്ള ജില്ലാ വാർത്തയ്ക്കുള്ള പുരസ്കാരം സജീഷ് കുമാർ തറയിൽ ഏറ്റുവാങ്ങി. പരിപാടിയിൽ നിന്നും കിട്ടുന്ന ലാഭം റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി ഒളകര അധ്യക്ഷം വഹിച്ചു. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ വൈസ് ചെയർമാൻ P. അനിൽ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സന്നാഫ് പാലക്കണ്ടി, നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി MP. രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ വിനോദ പരിപാടികളും അരങ്ങേറി. കാലിക്കറ്റ് ഫ്ലവർ ഷോ 2017 ജനുവരി 11 ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ തുടങ്ങും. ചെടികളിൽ ജലവിനിമയവും ജലസംരക്ഷണവും എന്നതാണ് പുഷ്പമേളയുടെ സന്ദേശം. മേളയുടെ വരവറിയിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃത വാഹനഘോഷയാത്ര ജനുവരി 10 വൈകിട്ട് നഗരം ചുറ്റും. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ 40ാമത് കാലിക്കറ്റ് ഫ്ലവർ ഷോ ജനുവരി 11 മുതൽ 17 വരെ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചെടികളിൽ ജലവിനിമയവും ജലസംരക്ഷണവും എന്നതാണ് ഈ കൊല്ലത്തെ പുഷ്പമേളയുടെ സന്ദേശം. അപൂർവ ചെടികൾക്ക് പുറമെ പനയും മുളയും വെർട്ടിക്കൽ ഗാർഡനും എല്ലാം കൂടി ചേർന്ന് തയ്യാറാക്കിയ പുതിയൊരു തോട്ടം പ്രദർശനത്തിന്റെ അപൂർവതകളിൽ ഒന്നാണ്. ഉദ്യാനപാലനത്തിനുള്ള 60ഓളം മത്സരങ്ങൾക്ക് പുറമെ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം, പുഷ്പാലങ്കാര മത്സരം, പുഷ്പറാണി പുഷ്പരാജ മത്സരം, ഗാനമേളയും കലാപരിപാടികളും സംഘടിപ്പിക്കും. പുഷ്പമേളയുടെ വരവറിയിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃത വാഹനഘോഷയാത്ര ജനുവരി 10 വൈകുന്നേരം 5 മണിക്ക് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ ആരംഭിച്ച് നഗരം ചുറ്റി പ്രദർശന നഗരിയിൽ സമാപിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ഈ വർഷത്തെ ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12 ആരംഭിക്കും. 7 ദിവസങ്ങളിലായി പ്രഭാഷണങ്ങൾ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ വേദാന്ത രത്നം പുരസ്കാരം ഋഷികേശ് കൈലാസാശ്രമ മഠാധിപതി ദിവ്യാനന്ദ സരസ്വതി മഹാരാജാവിന് സമർപ്പിക്കും. കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധർമ്മ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12 മുതൽ 18 വരെയുള്ള 7 ദിവസങ്ങളിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ശ്രീമദ് ഭഗവത്ഗീത 3ാം അധ്യായത്തെ അധികരിച്ചാണ് ഈ പ്രാവശ്യത്തെ പ്രഭാഷണങ്ങൾ. എല്ലാ ദിവസവും സംശയ നിവാരണത്തിനുള്ള അവസരവും ഉണ്ടാവും. ഈ വർഷത്തെ വേദാന്ത രത്നം പുരസ്കാരം ഋഷികേശ് കൈലാസാശ്രമ മഠാധിപതി ദിവ്യാനന്ദ സരസ്വതി മഹാരാജാവിന് സമർപ്പിക്കും. അദ്വൈതാശ്രമത്തിന്റെ രജത ജയന്തി സേവാ പ്രവർത്തനങ്ങൾക്കായുള്ള നിധി സമാഹരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് ശ്രീ വല്ലോറക്കാവ് ക്ഷേത്ര സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി ഉത്സവ വാർത്തകൾ. ബേപ്പൂർ ആമ്പലവളപ്പിൽ കരിങ്കുട്ടി കുട്ടിദേവ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ ഉത്സവാഘോഷം നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ പാലക്കോൾ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത്. നാഗപൂജ, സർപ്പബലി, ഗണപതി ഹോമം, സുദർശന ഹോമം, ദീപാരാധന, ഭഗവതി സേവ, പുഷ്പാഞ്ജലി,
കലശം എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, പ്രസാദോട്ട്, തായമ്പകം എന്നിവയും നടന്നു. വെള്ളായിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ജനജാഗ്രതാ സമിതിയും പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ക്യാൻസർ അറിയൂ അതിജീവിക്കൂ എന്ന വിഷയത്തിൽ പാറപ്പുറം ശ്രീകൃഷ്ണ വിദ്യാലയത്തിൽ വെച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വെൽനസ് ഫൌണ്ടേഷൻ ഡയറക്ടർ ഹുസൈൻ ചെറുതുരുത്തി ക്ലാസ് എടുത്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി ഗോപാൽജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനജാഗ്രതാ സമിതി പ്രസിഡന്റ് ഇന്ദു ദയാനന്ദ് അധ്യക്ഷത വഹിച്ചു. വേണുഗോപാൽ, ആര്യ ജയകുമാർ, ഗോദവർമ്മരാജ്, സുകുമാരൻ, റീന ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര കേരള സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് നേതൃത്വം. തെരുവിൽ പട്ടിണി സമരവുമായി മഹിളാ കോൺഗ്രസ്. പ്രതിഭാധനരായ കളിക്കാരെ വാർത്തെടുക്കാൻ ഫുട്ബോൾ അക്കാദമി വരുന്നു. ക്വാഡ്സ് ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനങ്ങൾക്ക് ജൂൺ മാസത്തിൽ തുടക്കം. ജീവിതതാളം തെറ്റിയ രോഗികൾക്ക് സംഗീതത്തിലൂടെ സ്വാതന്ത്ര്യം നൽകി വിശ്വപ്രഭ ഭജൻസ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ ഭക്തിസാന്ദ്രമാക്കി സംഗീത വിരുന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.